മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു പുരുഷൻ പറഞ്ഞു, യാ അലി റളിയല്ലാഹു അൻഹുവേ, എന്റെ വീട്ടിൽ അല്ലാഹു എനിക്ക് ധാരാളം തരുന്നുണ്ട്, പക്ഷേ എന്റെ ജീവിതത്തിലോ എന്റെ റിസ്കിലോ എന്റെ വീട്ടിലോ ബറക്കത്തില്ല അലി റളിയല്ലാഹു അൻഹുവേ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളി, എന്റെ വീട്ടിലൊരു ബറക്കത്തില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ അലി റളിയല്ലാഹു തആല ചോദിച്ചുവത്രേ, നിന്റെ വീട്ടില് ദാരിദ്ര്യമില്ലാവാൻ കാരണം, നിന്റെ വീട്ടില് ബറക്കത്തില്ലാതാവാൻ കാരണം നീ പൊട്ടിപ്പോയ പേന വെച്ചിട്ട് എഴുതാറുണ്ടോ? ഇല്ല. പൊട്ടിയ പേന വെച്ച് എഴുതാൻ പാടില്ല. പേന പൊട്ടിയാ പിന്നെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് കെട്ടും. മഹാന്മാര് പറയുന്നുണ്ട് ദാരിദ്ര്യം ഉണ്ടാവും. അലിലാണ് കുറെ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ പൊട്ടിയ പേന വെച്ചെഴുതാറുണ്ടോ? ഇല്ലാലിയേ. എന്നാൽ നീ പൊട്ടിപ്പോയ ചീപ്പ് വെച്ചിട്ട് തല ചീവാറുണ്ടോ? ഇല്ല. ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പൊട്ടിപ്പോയ ചീപ്പ് എന്ത് വെച്ച് പൊട്ടിപ്പോയ ചീപ്പ് വെച്ച് ചീവാറുണ്ടോ? ഇല്ലാലിയേ. എന്നാൽ നീ നിന്നേക്കാൾ പ്രായമുള്ളവരുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാതെ നടക്കാറുണ്ട് മനുഷ്യ? ഇല്ല, ഞാൻ അങ്ങനെ നടക്കാറില്ല. നമ്മുടെ വീട്ടിലെ മുതിർന്നവർ, കാരണവന്മാർ, ബന്ധുക്കൾ, അങ്ങനെയുള്ളവരുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാതെ നടന്നു പോവുക, ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ തനാമുബൈദ സ്വലാത്തുൽ ഫജ്രി, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നീ കിടന്നുറങ്ങാറുണ്ടോ? ഇല്ലാലിയേ. ഇല്ലാലിയേ. സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങാറുണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ കിടന്ന് ഉറങ്ങരുത്, ദാരിദ്ര്യമുണ്ടാവും. നമ്മുടെ മിക്ക ആളുകള് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടെന്ന് മാത്രമല്ല, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങണ മക്കളാണ്. എങ്ങനെ ബറക്കത്തുണ്ടാവും? സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങണ കാര്യം ഞാൻ പറയണത്. മിക്ക ആളുകൾ സുബഹി നിസ്കരിക്കാതെ ഉറങ്ങുന്ന ആളുകളാണ്. മക്കളെ സുബഹി കിടന്നേൽപ്പിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പറയാനുണ്ട്. ഇത്രയും ഹദീസുകൾ ഞാൻ ആ വിഷയം എടുക്കാൻ വേണ്ടി വെറുതെ നോക്കിയ 32 ഹദീസുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടു. അള്ളാഹു ബോധം നൽകട്ടെ. അവസാനം അലി റളിയല്ലാഹു അൻഹു കുറെ കാര്യം ചോദിച്ചുവത്രേ, നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? നീ നിന്റെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അതാണ് നിന്റെ ജീവിതത്തിലെ ബറക്കത്തില്ലാത്തതിന്റെ, നിന്റെ വീട്ടിലെ എല്ലാ ദുരർത്ഥങ്ങളുടെയും കാരണം. അതാണ് നിന്റെ മാതാപിതാക്കളെ നീ മറന്നുപോയതാണ് കാരണമെന്ന് സയ്യിദുനാ അലിയുൽ മുർത്തള